ഹായ് ഓൾ, ഭരണഘടനയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ബ്രിട്ടീഷ് ഇന്ത്യയിലെ നിയമം ഏതാണ്? ഓപ്ഷൻ ബി, 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്. ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ ഏറ്റവും വലിയ നിയമമാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. കേന്ദ്രത്തിന്റെയും പ്രവിശ്യകളുടെയും അധികാരം നിർവചിക്കുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വിവിധ വിഭാഗങ്ങളുണ്ട്. കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് 59 ഐറ്റങ്ങൾ ഉൾപ്പെട്ട ഫെഡറൽ ലിസ്റ്റ്, പ്രവിശ്യകളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് 54 ഐറ്റങ്ങൾ ഉൾപ്പെട്ട പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കേന്ദ്ര പ്രവിശ്യ ഭരണങ്ങളുടെ പൊതുവായ വിശദാംശങ്ങൾ അടങ്ങിയ 36 ഐറ്റങ്ങൾ ഉൾപ്പെട്ട കൺകറന്റ് ലിസ്റ്റ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് 321 സെക്ഷൻസും 10 ഷെഡ്യൂളുകളുമാണ് ഉണ്ടായിരിക്കുന്നത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് 321 സെക്ഷനുകളും 10 ഷെഡ്യൂളുകളുമാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ റെയിൽവേയെ നിയന്ത്രിക്കാൻ ഒരു ഫെഡറൽ റെയിൽവേ അതോറിറ്റി രൂപീകരിച്ചത് ഈ കാലഘട്ടത്തിലായിരുന്നു. ഇന്ത്യൻ റെയിൽവേയെ നിയന്ത്രിക്കാൻ ഒരു ഫെഡറൽ റെയിൽവേ അതോറിറ്റി രൂപീകരിക്കുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് പ്രചോദനമേകിയതും 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നിയമനിർമ്മാണ സഭ ആദ്യമായി ദ്വിമണ്ഡല സഭയായത് ഏത് നിയമപ്രകാരമാണ്? ഓപ്ഷൻ സി, 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിയമം. 1919 ഓഗസ്റ്റ് 20 ബ്രിട്ടീഷ് ഗവൺമെന്റ് നടത്തിയ പ്രഖ്യാപനമാണ് ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ സ്ഥാപിക്കുക എന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 രാജകീയ അനുമതി നൽകിയത് 1919 ഡിസംബർ 23 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 രാജകീയ അനുമതി നൽകിയത് 1919 ഡിസംബർ 23 മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കരണം എന്നറിയപ്പെടുന്ന നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. മൊണ്ടേഗു ചെംസ്ഫോർഡ് നിയമം നിലവിൽ വരുമ്പോൾ വൈസ്രോയി ചെംസ്ഫോർഡ് ആയിരുന്നു. ഈ നിയമത്തിന്റെ പ്രധാന സവിശേഷതകൾ ഈ നിയമപ്രകാരം പ്രവിശ്യകൾക്കുമേലുള്ള കേന്ദ്ര നിയന്ത്രണത്തിന് ഇളവ് വരുത്തി എന്നുള്ളതാണ്. ഈ നിയമപ്രകാരം പ്രവിശ്യകൾക്കുമേലുള്ള കേന്ദ്ര നിയന്ത്രണത്തിന് ഇളവ് വരുത്തി. ഈ നിയമപ്രകാരം തന്നെയാണ് പ്രവിശ്യാ വിഷയങ്ങളെ രണ്ടായി വിഭജിച്ചു. അവ അറിയപ്പെട്ടിരുന്നത് ട്രാൻസ്ഫേർഡ് എന്നും റിസർവ്ഡ് എന്നുമായിരുന്നു. ഈ നിയമപ്രകാരം പ്രവിശ്യാ വിഷയങ്ങളെ രണ്ടായി വിഭജിച്ചു. അവ അറിയപ്പെട്ടിരുന്നത് ട്രാൻസ്ഫേർഡ് എന്നും റിസർവ്ഡ് എന്നുമായിരുന്നു. ട്രാൻസ്ഫേർഡ് വിഷയങ്ങൾ നിയന്ത്രിച്ചത് ഗവർണറായിരുന്നു. ട്രാൻസ്ഫേർഡ് വിഷയങ്ങൾ നിയന്ത്രിച്ചത് ഗവർണറും റിസർവ് വിഷയങ്ങൾ നിയന്ത്രിച്ചത് ഗവർണറും ഗവർണറുടെ എക്സിക്യൂട്ടീവുമായിരുന്നു. ട്രാൻസ്ഫേർഡ് വിഷയങ്ങൾ ഗവർണറും റിസർവ്ഡ് വിഷയങ്ങൾ ഗവർണറും ഗവർണറുടെ എക്സിക്യൂട്ടീവുമാണ് നിയന്ത്രിച്ചിരുന്നത്. ഈ ഇരട്ട ഭരണ വ്യവസ്ഥയാണ് ദ്വിഭരണം എന്ന പേരിൽ അറിയപ്പെട്ടത്. ഈ ഇരട്ട ഭരണ വ്യവസ്ഥയാണ് ഡയാർക്കി അല്ലെങ്കിൽ ദ്വിഭരണം എന്ന പേരിൽ അറിയപ്പെട്ടത്. സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ നിയമം മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കരണമായിരുന്നു. രാജ്യത്ത് നേരിട്ടുള്ള തിരഞ്ഞെടുപ്പും ദ്വിസഭാ സമ്പ്രദായവും മുന്നോട്ട് വെച്ച നിയമവും ഇതുതന്നെ. ദ്വിമണ്ഡല സമ്പ്രദായ പ്രകാരം ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ അപ്പർ ഹൗസ് എന്നും ലോവർ ഹൗസ് എന്നും 2 സഭകളായി വേർതിരിച്ചു. നേരിട്ടുള്ള തിരഞ്ഞെടുപ്പിലൂടെയാണ് ഭൂരിപക്ഷം അംഗങ്ങളും സഭയിൽ അംഗത്വം നേടിയിരുന്നത്. ഭൂസ്വത്ത്, നികുതി, വിദ്യാഭ്യാസം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷന് വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകിയത്. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലുള്ള 6 അംഗങ്ങളിൽ കമാൻഡർ ഇൻ ചീഫ് ഒഴികെ 3 പേരെങ്കിലും ഇന്ത്യക്കാരായിരിക്കണമെന്ന് ഈ നിയമപ്രകാരം വ്യവസ്ഥ ചെയ്തു. ഓർത്തുവെക്കണം, വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലുള്ള 6 അംഗങ്ങളിൽ കമാൻഡർ ഇൻ ചീഫ് ഒഴികെ 3 പേരെങ്കിലും ഇന്ത്യക്കാരായിരിക്കണമെന്ന് ഈ നിയമം വ്യവസ്ഥ ചെയ്തിരുന്നു.
ഈ നിയമപ്രകാരമാണ് ഇന്ത്യ ഹൈക്കമ്മീഷണർ എന്നൊരു പുതിയ തസ്തിക ലണ്ടനിൽ സൃഷ്ടിക്കുകയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് ചില പ്രവർത്തനങ്ങൾ ഈ ഉദ്യോഗസ്ഥന് കൈമാറുകയും ചെയ്തത്. കൂടാതെ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് സെൻട്രൽ ബജറ്റിൽ നിന്നും പ്രൊവിൻഷ്യൽ ബജറ്റിനെ വേർതിരിക്കുകയും പ്രവിശ്യ നിയമനിർമ്മാണ സഭയ്ക്ക് അവരുടെ ബജറ്റുകൾ നടപ്പിലാക്കാനുള്ള അധികാരം ലഭിക്കുകയും ചെയ്തത്. മേൽ പറഞ്ഞിട്ടുള്ള ഈ 2 ആക്ടുകളും കൃത്യമായി തന്നെ പഠിച്ചു വെക്കണം. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടും 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടും PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തതാണ്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യക്ക് ഫെഡറൽ ഘടന വിഭാവനം ചെയ്ത ആദ്യ നിയമം ഏത്? ഇന്ത്യക്ക് ഒരു ഫെഡറൽ ഘടന വിഭാവനം ചെയ്ത ആദ്യ നിയമം ഓപ്ഷൻ ഡി 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമമാണ്. ഈ നിയമം പ്രവിശ്യകളിലെ ദ്വിതല ഭരണം അവസാനിപ്പിച്ച് പ്രവിശ്യകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന പ്രൊവിൻഷ്യൽ ഓട്ടോണോമി എന്ന സംവിധാനം കൊണ്ടുവന്നു. ഭരണസിരാ കേന്ദ്രത്തിൽ ദ്വിതല ഭരണം ആരംഭിക്കാൻ വ്യവസ്ഥ ചെയ്ത നിയമമാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. 11 6 പ്രവിശ്യകളും ദ്വിസഭാ സമ്പ്രദായം നിർദ്ദേശിക്കപ്പെട്ടു. ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നിവയുടെ രൂപീകരണത്തിന് നിർദ്ദേശങ്ങൾ നൽകിയത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇന്ത്യയിൽ ഒരു ഫെഡറൽ കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. ഡൽഹിയിൽ സ്ഥാപിതമായ ഫെഡറൽ കോടതി 1950 ജനുവരി 28 മുതൽ ഇന്ത്യയുടെ സുപ്രീം കോടതിയായി അറിയപ്പെട്ടു. ഇന്ത്യയിൽ ഒരു ഫെഡറൽ കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. ഡൽഹിയിൽ സ്ഥാപിതമായ ഫെഡറൽ കോടതി 1950 ജനുവരി 28 മുതൽ ഇന്ത്യയുടെ സുപ്രീം കോടതിയായി അറിയപ്പെട്ടു. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് പ്രചോദനമേകിയതും ഈ ആക്ട് ആണ്. ബോംബെ, ബീഹാർ എന്നീ പ്രവിശ്യകളിൽ നിന്നും യഥാക്രമം സിന്ധ്, ഒറീസ എന്നീ ഭാഗങ്ങൾ വേർതിരിച്ചു. ബോംബെ, ബീഹാർ എന്നീ പ്രവിശ്യകളിൽ നിന്ന് യഥാക്രമം സിന്ധ്, ഒറീസ എന്നീ ഭാഗങ്ങൾ വേർതിരിച്ചു. ബർമയെ ഇന്ത്യയിൽ നിന്നും പൂർണ്ണമായി വേർതിരിച്ചതും ഈ നിയമപ്രകാരമാണ്. ബർമയെ ഇന്ത്യയിൽ നിന്നും 1937 പൂർണ്ണമായും വേർതിരിച്ചത് ഈ നിയമപ്രകാരമാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ 321 സെക്ഷൻസും 10 ഷെഡ്യൂളുകളുമാണ് ഉള്ളത്. ഇന്ത്യൻ റെയിൽവേയെ നിയന്ത്രിക്കാൻ ഒരു ഫെഡറൽ റെയിൽവേ അതോറിറ്റി രൂപീകരിച്ചതും ഈ നിയമപ്രകാരമാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപം കൊണ്ടത് എന്നാണ്? ഓപ്ഷൻ ബി 1946 ഡിസംബർ 6 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപം കൊണ്ടത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആദ്യമായി സമ്മേളിച്ച തീയതി? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആദ്യമായി സമ്മേളിച്ചത് ഓപ്ഷൻ ബി 1946 ഡിസംബർ 9. 1946 ഡിസംബർ 9. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6. 1946 ഡിസംബർ 6. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9. ഡിസംബർ 6, ഡിസംബർ 9 കണക്ട് ചെയ്ത് വെക്കണം. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം 9. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം 9. എന്നാൽ മുസ്ലിം ലീഗ് ഈ സമ്മേളനം ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത്. അവർ പങ്കെടുക്കാതെ മാറി നിന്നു. മുസ്ലിം ലീഗ് ഈ സമ്മേളനം ബഹിഷ്കരിച്ചു. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചായിരുന്നു. ഡൽഹിയിലെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാള് ഇപ്പോൾ അറിയപ്പെടുന്നത് സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ് എന്നാണ്. ഭരണഘടനയുടെ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റിലായിരുന്നു. ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ സി സച്ചിദാനന്ദ സിൻഹ. ആദ്യ സമ്മേളനത്തിലെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെയാണ്. ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന രീതിയിലാണ് സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനാക്കിയത്. ഇത് ഫ്രാൻസിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള രീതിയാണ് ഏറ്റവും പ്രായം കൂടിയ ആളെ അധ്യക്ഷനാക്കുന്ന രീതി. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷനായിരുന്നത് ഓപ്ഷൻ
സി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സ്ഥിരം പ്രസിഡന്റായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കപ്പെട്ടത് 1946 ഡിസംബർ 11 എന്നാൽ ആദ്യ സമ്മേളനത്തിൽ താൽക്കാലിക അധ്യക്ഷനായി 1946 ഡിസംബർ 9 ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ തിരഞ്ഞെടുത്തു. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഉപാധ്യക്ഷൻ ഓപ്ഷൻ ഡി H.C. മുഖർജി. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഉപാധ്യക്ഷൻ H.C. മുഖർജിയും V.T. കൃഷ്ണമാചാരിയുമായിരുന്നു. H.C. മുഖർജി, V.T. കൃഷ്ണമാചാരി എന്നിവരായിരുന്നു ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആരായിരുന്നു? ഓപ്ഷൻ ബി B.N. റാവു ആണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസറായി പ്രവർത്തിച്ചിരുന്നത്. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി ഡോക്ടർ B.R. അംബേദ്കർ ആയിരുന്നു ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്, ആധുനിക മനു എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഡോക്ടർ B.R. അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്, ആധുനിക മനു എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. 22 കമ്മിറ്റികൾ അടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. 22 കമ്മിറ്റികൾ അടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് 1947 ഓഗസ്റ്റ് 29. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ B.R. അംബേദ്കർ ആയിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ B.R. അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആകെ അംഗങ്ങൾ 7 പേരാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആകെ അംഗങ്ങൾ 7 പേർ. ഏതിന്റെ ശുപാർശ പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപവൽക്കരിച്ചത്? ഓപ്ഷൻ ബി ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതിനെ പറ്റി ആലോചിച്ചു തീരുമാനമെടുക്കാൻ ലേബർ ഗവൺമെന്റ് 1946 ഇന്ത്യയ്ക്ക് അയച്ച കമ്മിറ്റിയാണ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷനിലെ പ്രധാന അംഗങ്ങളാണ് പെറ്റ്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ എന്നിവർ. ക്യാബിനറ്റ് മിഷനിലെ പ്രധാന അംഗങ്ങളാണ് പെറ്റ്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ എന്നിവർ. ക്യാബിനറ്റ് മിഷൻ കറാച്ചിയിൽ എത്തിയ വർഷം 1946 മാർച്ച് 23 ഈ കറാച്ചി എന്ന് പറയുന്ന പ്രദേശം പാകിസ്ഥാന്റേതാണ്. എന്നാൽ വിഭജനത്തിന് മുമ്പ് ഇന്ത്യ പാകിസ്ഥാൻ എന്ന വേർതിരിവ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാബിനറ്റ് മിഷൻ ആദ്യമായി ഇന്ത്യയിൽ എത്തിയത് എന്ന് ചോദിച്ചാൽ 1946 മാർച്ച് 24 ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത്. ക്യാബിനറ്റ് മിഷൻ ഡൽഹിയിൽ എത്തിയ വർഷമാണ് 1946 മാർച്ച് 24. ക്യാബിനറ്റ് മിഷൻ കറാച്ചിയിലെത്തിയത് 1946 മാർച്ച് 23. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ എടുത്ത വൈസ്രോയി വേവൽ പ്രഭു ആയിരുന്നു. ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ പെറ്റ്വിക് ലോറൻസ് ആയിരുന്നു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1946 ജൂൺ 29 1946 ജൂൺ 29 ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വെച്ച ശുപാർശകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇന്ത്യൻ നേതാക്കളെ കൂടി ഉൾപ്പെടുത്തി ഇന്ത്യക്ക് ഒരു പ്രത്യേക ഭരണഘടന രൂപീകരിക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ചത് ക്യാബിനറ്റ് മിഷനാണ്. ഇന്ത്യൻ നേതാക്കളെ കൂടി ഉൾപ്പെടുത്തി ഇന്ത്യക്ക് ഒരു പ്രത്യേക ഭരണഘടന രൂപീകരിക്കുക, ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുക, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക, ഫെഡറൽ ഗവൺമെന്റ് രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വെച്ച പ്രധാന ശുപാർശകളാണ്. ഇന്ത്യൻ നേതാക്കളെ കൂടി ഉൾപ്പെടുത്തി ഇന്ത്യക്ക് ഒരു പ്രത്യേക ഭരണഘടന രൂപീകരിക്കുക, ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുക, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക, ഫെഡറൽ ഗവൺമെന്റ് രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ അംഗങ്ങളെ പരോക്ഷമായി തിരഞ്ഞെടുത്തത് ആര്? ഓപ്ഷൻ സി പ്രവിശ്യ നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങൾ. ജനസംഖ്യാനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും ഓരോ നാട്ടുരാജ്യത്തിനും അല്ലെങ്കിൽ രാജ്യങ്ങളുടെ കൂട്ടത്തിനും സീറ്റുകൾ അനുവദിക്കുകയുണ്ടായി. ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ അവരവരുടെ ജനസംഖ്യാനുപാതികമനുസരിച്ചായിരുന്നു. മുസ്ലിങ്ങൾ, സിഖുകാർ, പൊതുവിഭാഗം എന്നിങ്ങനെ 3 മുഖ്യ വിഭാഗങ്ങളായി വേർതിരിച്ചു. മുസ്ലിങ്ങൾ, സിഖുകാർ, പൊതുവിഭാഗം എന്നിങ്ങനെ 3 മുഖ്യ വിഭാഗങ്ങൾക്കിടയിൽ വീതിച്ചു നൽകി.
ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ചാണ് പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ ഓരോ സമുദായത്തിലേക്കും അംഗങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തത്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം അല്ലെങ്കിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ചാണ് പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ ഓരോ സമുദായത്തിലെപ്പെട്ട അംഗങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തത്. നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ കൂടിയാലോചനയിലൂടെ നിശ്ചയിക്കുവാൻ തീരുമാനിച്ചു. 1946 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലേക്കുള്ള 296 സീറ്റുകളുടെ തിരഞ്ഞെടുപ്പുകൾ നടന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 82% സീറ്റുകൾ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടിയായിരുന്നു കോൺഗ്രസ്. 82% സീറ്റുകൾ കിട്ടിയ രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. 296 അംഗങ്ങളിൽ 4 സിഖ് മതസ്ഥരും 3 ആംഗ്ലോ ഇന്ത്യൻസും 3 പാഴ്സി മതവിഭാഗക്കാരും ഉൾപ്പെട്ടിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 208 സീറ്റും മുസ്ലിം ലീഗിന് 73 സീറ്റും ബാക്കിയുള്ളവ 15 സീറ്റും നേടി. എന്നാൽ നാട്ടുരാജ്യങ്ങൾക്കാകട്ടെ 93 സീറ്റുകൾ കൂടി നികത്താനായില്ല. ഓർത്തുവെക്കണം, ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയിൽ നിന്നും ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 208 സീറ്റും മുസ്ലിം ലീഗ് 73 സീറ്റും ബാക്കിയുള്ളവർ 15 സീറ്റും സ്വതന്ത്രരും നേടി. കോൺഗ്രസിന് 208 സീറ്റ്, മുസ്ലിം ലീഗ് 73 സീറ്റ്, ബാക്കിയുള്ള 15 സീറ്റ് സ്വതന്ത്രർ. നാട്ടുരാജ്യങ്ങൾക്ക് 93 സീറ്റുകൾ പോലും നികത്താനായില്ല. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഭരണഘടന അംഗീകരിച്ച തീയതി 1949 നവംബർ 26. ഓപ്ഷൻ ബി 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന തീയതി 1950 ജനുവരി 26. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച വർഷങ്ങൾ. ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജൂലൈ 22. ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജൂലൈ 22. ജനഗണമന ദേശീയ ഗാനം 1950 ജനുവരി 24. ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് 1950 ജനുവരി 24. ദേശീയ ഗീതം അംഗീകരിച്ചത് വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചത് 1950 ജനുവരി 24. ദേശീയ ഗാനവും ദേശീയ ഗീതവും 1950 ജനുവരി 24. സിംഹമുദ്ര അംഗീകരിച്ചത് 1950 ജനുവരി 26. സിംഹമുദ്ര അംഗീകരിച്ചത് 1950 ജനുവരി 26. ദേശീയ കലണ്ടറായി ശകവർഷത്തെ അംഗീകരിച്ചത് 1957 മാർച്ച് 22. 1957 മാർച്ച് 22 ദേശീയ കലണ്ടറായി ശകവർഷത്തെ അംഗീകരിച്ചത്. മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ചത് 1963. 1963 മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ചത്. കടുവയെ ദേശീയ മൃഗമായി അംഗീകരിച്ചത് 1972. കടുവയെ ദേശീയ മൃഗമായി അംഗീകരിച്ചത് 1972. ദേശീയ നദിയായി ഗംഗയെ അംഗീകരിച്ചത് 2008 നവംബർ 4. ദേശീയ നദിയായി ഗംഗയെ അംഗീകരിച്ചത് 2008 നവംബർ 4. ജലജീവിയായി ഗംഗാ ഡോൾഫിനെ അംഗീകരിച്ചത് 2009 ഒക്ടോബർ 5. 2009 ഒക്ടോബർ 5 ജലജീവിയായി ഗംഗാ ഡോൾഫിനെ അംഗീകരിച്ചത്. രൂപയുടെ ചിഹ്നം അംഗീകരിച്ചത് 2010 ജൂലൈ 15 രൂപയുടെ ചിഹ്നം അംഗീകരിച്ചത്. ദേശീയ പൈതൃക മൃഗമായി ആനയെ അംഗീകരിച്ചത് 2010 ഒക്ടോബർ 22. ദേശീയ പൈതൃക മൃഗമായി ആനയെ അംഗീകരിച്ചത് 2010 ഒക്ടോബർ 22. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ മൗലികാവകാശങ്ങൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവയെ സംബന്ധിച്ച ഉപദേശക സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ മൗലികാവകാശങ്ങൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവയെ സംബന്ധിച്ച ഉപദേശക സമിതിയുടെ അധ്യക്ഷൻ ഓപ്ഷൻ എ സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശ കമ്മിറ്റി, ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റി എന്നിവയുടെ ചെയർമാനാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ. യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി എന്നിവ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിലാണ്. യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു. മൗലികാവകാശ സബ് കമ്മിറ്റി JB കൃപലാനി. മൗലികാവകാശ സബ് കമ്മിറ്റി JB കൃപലാനി.
ന്യൂനപക്ഷ സബ് കമ്മിറ്റി HC മുഖർജി. ന്യൂനപക്ഷ സബ് കമ്മിറ്റി HC മുഖർജി. സ്റ്റേറ്റ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു. സ്റ്റേറ്റ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു. സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്റ്റിയറിംഗ് കമ്മിറ്റി ആൻഡ് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ പ്രവർത്തന കമ്മിറ്റി GV മാവ്ലങ്കർ. ഭരണഘടനാ നിർമ്മാണ പ്രവർത്തന കമ്മിറ്റി GV മാവ്ലങ്കർ. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി KM മുൻഷി. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി KM മുൻഷി. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ക്രെഡൻഷ്യൽ കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ക്രെഡൻഷ്യൽ കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ബാക്കി ക്വസ്റ്റ്യൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്